പരിചയപ്പെടുത്താൻ പോകുന്നത് നമ്മളെ ലാപ്രോസ്കോപ്പിക് സെറ്റ്, അതായത് ലാപ്രോസ്കോപ്പി സിസ്റ്റം എന്ന് പറയാം. നമ്മൾ ലാപ്രോസ്കോപ്പി സർജറീസിന് വേണ്ടി യൂസ് ചെയ്യുന്ന സിസ്റ്റം. ഇതിന്റെ ഓരോ സെറ്റായിട്ട് ഇവിടെ ഉണ്ട്. അതിന് അപ്പോൾ ഇങ്ങനെ ഇതാണ് ഇതിന്റെ കാർട്ട്. നമ്മൾ ഇതിന് കാർട്ട് എന്ന് പറയാം. ഈ കാർട്ടിന്റെ ബാക്കിൽ കുറെ പവർ സപ്ലൈ ഉണ്ടാവും. ഇത് ഇങ്ങനെയാണ് ഇതിന്റെ ഫ്രണ്ട് ഭാഗം വരുന്നത്. അപ്പം ഫസ്റ്റ് ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. ഇത് മോണിറ്റർ, ഇതിന്റെ പേര് ഇൻസഫലേറ്റർ, ഇത് നമ്മളെ ലൈറ്റ് സോഴ്സ്, ഇത് ക്യാമറ പ്രോസസർ ആൻഡ് താഴെയുള്ളത് സ്റ്റെബിലൈസർ. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം, നമ്മൾ മെഷീനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് ഇലക്ട്രിക്കൽ ഫ്ലക്ച്വേഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മളെ മെഷീനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റെബിലൈസർ ഉപയോഗിക്കുന്നത്. അടുത്തതായിട്ട് ഞാൻ മോണിറ്റർ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയാം എങ്ങനെയാണ്, കാണാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് ഇവിടെ ഡെമോ ചെയ്യാൻ കിട്ടിയിട്ടുള്ള മെഷീന് സ്ട്രൈക്കറിൻ്റെ 1488 എന്ന് പറഞ്ഞ മോഡലാണ്. അപ്പം ഇതിൽ ക്യാമറൻ്റെ ഇത് ക്യാമറ ഹെഡ്, ഇവിടെ കുറച്ച് ആക്ടിവേറ്റിംഗ് സ്വിച്ചസ് ഉണ്ട്. ഇത് നമ്മളെ മെഷീനിലേക്ക് പോകുന്ന ക്യാമറ പ്രോസസ്സറിൽ കണക്ട് ചെയ്യേണ്ട ഭാഗമാണിത്. അതേപോലെ സ്ട്രൈക്കറിൻ്റെ നമ്മളെ സ്കോപ്പ്, അതായത് 30 ഡിഗ്രി 10 mm സ്കോപ്പാണ് ഇത്. ഓക്കെ, ദെൻ ഇത് പേസ്റ്റ്, അതായത് പോളിഷിംഗ് പേസ്റ്റാണ്. ഞാനത് ഫോഗിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ കൃത്യമായിട്ട് അത് പറഞ്ഞുതരാം. പിന്നെ ഇതിന് ഹെഡിൻ്റെ പാർട്ടുകളാണ്. ഒന്ന് ഇതിൻ്റെ കപ്ലർ, ഇത് നമുക്ക് ഞാൻ കൃത്യമായി കാണിച്ചു തരാം. അതായത് ഇത് പ്രസ് ചെയ്തിട്ട് വെച്ചിട്ട് ലോക്ക് ചെയ്യാം. ഇതാണ് നമ്മളിത് അറ്റാച്ച് ചെയ്യണത്. ഈ അറ്റാച്ച്ഡ് അല്ലാത്ത റിജിഡ് ക്യാമറകളും ഉണ്ട്, അല്ലാതെ ഇങ്ങനെ ഡിറ്റാച്ച് ചെയ്യാൻ പറ്റുന്ന ക്യാമറ സിസ്റ്റം കൂടെ ഉണ്ട്. ഇപ്പോൾ ഇതിൽ നമ്മൾ കാര്യമായിട്ട് നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ കൃത്യമായിട്ട് ക്ലീൻ ആണോ എന്ന് നോക്കണം. അതേപോലെ ഇതിൻ്റെ ഈ താഴെ ഇതാണ് നമ്മളെ ഫോക്കസിങ് ആൻഡ് സൂമിങ്. ഓക്കെ, ഇത് ഫോക്കസ് ചെയ്യാനും അതേപോലെ ഇത് നമുക്ക് ക്ലീൻ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി ഡീപ്പറായിട്ട് നമുക്ക് ക്ലീൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സാധനം നമുക്ക് അയക്കാൻ പറ്റും. കണ്ടോ, ഇങ്ങനെ അയച്ചിട്ട് ഉണ്ടോ, ഇതാണ് സത്യം പറഞ്ഞാൽ കൃത്യമായ ക്യാമറൻ്റെ സൈഡ് വരുന്നത്. ഇവിടെ എന്തെങ്കിലും ഡേർട്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമ്മളെ വിഷനെ ബാധിക്കും. അതേപോലെ ഈ സൈഡും നമ്മൾ കൃത്യമായിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ഇത്രയും ഭാഗം ക്ലീൻ ആണെങ്കിൽ അത്രയും ക്ലാരിറ്റി കിട്ടും നമ്മളെ വിഷന്. ഓക്കെ, ഇതേപോലെ റിട്ടേൺ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് ടൈറ്റ് ചെയ്ത് ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇനി ഈ ബട്ടണുകൾ, ഒന്ന് പി എന്ന് പറഞ്ഞാൽ നമ്മൾ പോയിന്റിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തേത് ഡൗൺ ആൻഡ് അപ്പ് ആരോ കീ, മറ്റേത് വൈറ്റ് ബാലൻസിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. ഇത് അപ്പ്, ഇത് ഡൗണ്, ഇത് വൈറ്റ് ബാലൻസ്. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോളിഷിംഗ് പേസ്റ്റ്, അതായത് നമ്മളെ ക്യാമറൻ്റെ സ്കോപ്പിൻ്റെ ഒക്കെ ഹെഡൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന പേസ്റ്റാണ് ഇത്. ഓക്കെ, ഇത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് ക്ലാരിറ്റി കിട്ടും വിഷന്. അപ്പോൾ അടുത്തത് നമ്മളെ ക്യാമറക്ക് എന്ത് ചെയ്യണം, നമ്മൾ ക്യാമറ സാധാരണഗതിയിലൊക്കെ ക്യാമറ എടുക്കുമ്പോൾ അതിൻ്റെ ലൈറ്റ് നന്നായിട്ട് ശ്രദ്ധിക്കും. അതേപോലെ നമുക്ക് ഇതിന് എന്ത് വേണം, ലൈറ്റ് വേണം. കാരണം നമ്മൾ അബ്ഡോമനിൽ വെക്കുമ്പോൾ അവിടെ വെളിച്ചമൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ വെളിച്ചം വേണം ക്യാമറക്ക്, എന്നാലേ നമുക്ക് ആ ഏരിയകളൊക്കെ കൃത്യമായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് നമ്മളെ സിസ്റ്റത്തിൽ വരുന്നതാണ് ലൈറ്റ് സോഴ്സ് എന്ന് പറയുന്നത്. ഇത് ലൈറ്റ് സോഴ്സ് അല്ല, ഇത് ലൈറ്റ് കേബിൾ. ഇത് നമ്മളെ സ്കോപ്പിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ഈ ടിപ്പിലൂടെ വെളിച്ചം വന്നിട്ട് നമ്മളെ ക്യാമറ പോകുന്ന ഭാഗത്തൊക്കെ ആ ലൈറ്റ് കൊണ്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇതിൻ്റെ ഈ ലൈറ്റ് കേബിള് ഫൈബർ കൊണ്ടാണ് ഉണ്ടാക്കിയത്. ഗ്ലാസ് ഫൈബേഴ്സിൻ്റെ ചെറിയ നാരുകൾ വെച്ചിട്ട്, ഒരുപാട് നാരുകൾ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ഇപ്പം നമ്മൾ കാണുന്നത് ഔട്ടർ ലെയറാണ്, ഇന്നർ ലെയർ അങ്ങനെയാണ് ഉണ്ടാവുക. അപ്പം ഇത് എങ്ങനെ കണക്ട് ചെയ്യും, ഈ ടിപ്പ് കണ്ടോ, ഇത് സ്കോപ്പിൻ്റെ ഇവിടെ ഇങ്ങനെ കണക്ട് ചെയ്യുക, ഇത് പ്രസ് ചെയ്യുക, കയറ്റി വെക്കുക, ഇപ്പോൾ ലോക്കായി. പക്ഷെ ചില സ്കോപ്പുകളിലൊക്കെ എന്താണ്, ഇവിടെ ഒരു അഡാപ്റ്റർ വരും. ആ അഡാപ്റ്റർ ഇട്ടാൽ മാത്രമേ അതിൽ കൃത്യമായിട്ട് കയറത്തുള്ളൂ.
അപ്പോൾ ഇതിൽ ഇപ്പം ആക്ച്വലി ഇതിൽ അഡാപ്റ്റർ ഇല്ല. അപ്പോൾ ചില ലൈറ്റ് സോഴ്സിൻ്റെ ഹെഡുകൾ എന്താണ് അഡാപ്റ്റർ ഉള്ള ടൈപ്പാണ്. അപ്പോൾ ഇത് അതിങ്ങനെ പ്രസ് ചെയ്തിട്ടാവില്ല ചിലപ്പോൾ കയറ്റുന്നത്, നമ്മൾ റൊട്ടേറ്റ് ചെയ്തിട്ടാവും നമ്മൾ കയറ്റി വെക്കുന്നത്. ഓക്കെ, ഇനി ഈ ലൈറ്റ് സോഴ്സിൻ്റെ ലൈറ്റ് കേബിളിൻ്റെ 2 ഹെഡ് ശ്രദ്ധിക്കുക. ഈ ഇങ്ങനെ കാണുന്ന ഭാഗം എന്താണ് സ്കോപ്പിലേക്കുള്ളതാണ്, ഈ കാണുന്ന ഭാഗം മെഷീനിലേക്കുള്ളതാണ്. ഓക്കെ, ഇത് നമ്മളെ ഇൻസഫലേറ്ററിൽ കണക്ട് ചെയ്യേണ്ട ഹോളോ ആയിട്ടുള്ള ഒരു ഹോസ് പോലെ തന്നെയാണ്. ഈ എൻഡിൽ നിന്ന് ആ എൻഡ് വരെ ഹോളോ ആണ്. അപ്പം ഈ ഭാഗം, ഈ വലിയ ഭാഗം നമ്മൾ മെഷീൻ സൈഡിലേക്ക് കണക്ട് ചെയ്യുക. ഇത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു HME ഫിൽറ്റർ വെച്ചിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് കണക്ട് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ ഡയറക്റ്റും കണക്ട് ചെയ്യാം. HME ഫിൽറ്റർ വെച്ചാൽ അത്രയും നല്ലത്. ഈ ഭാഗം നമ്മളെ ട്രൊക്കാറിലേക്ക്, ഇതറിയാമല്ലോ, ഇത് നമ്മൾ പോർട്ട് ഇത് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, ഹോൾ ഇട്ടിട്ട് വയറിൽ ചെറിയ ഇൻസിഷൻ ഇട്ടിട്ട് ഇത് ഇറക്കിയിട്ടാണ് നമ്മൾ ചെയ്യുക. ഇത് നമ്മൾ പഞ്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഇതായി. അപ്പം ഇത് ട്രൊക്കാർ, ഇത് നമ്മൾ എന്താണ് ഈ വയറിൽ പുഷ് ചെയ്തിട്ട് ഇതാണ് ഫ്രണ്ടിൽ ഉണ്ടാവുക. അപ്പോൾ ഇത് ഹോളാക്കാൻ ചെറിയ ഇൻസിഷൻ ഇട്ടതിൻ്റെ ശേഷമാണ് നമ്മളിത് ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ ഇത് നമ്മളെ ഹോളാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ഹെൽപ്ഫുള്ളാണ്. ഈ ഭാഗത്താണ്, ഇതിലാണ് നമ്മൾ എന്ത് ചെയ്യണത്, ഇതിൻ്റെ കണക്ട് അല്ലെങ്കിൽ ഓപ്പൺ ആക്കിയിട്ട് കണക്ട് ചെയ്താൽ വളരെ നല്ലത്. അപ്പോൾ ഓപ്പൺ ആക്കിയിട്ട് ഇത് കണക്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഗ്യാസ് ഓൺ ആക്കാൻ പറ്റുന്നതാണ് ഇൻസഫലേറ്ററിൽ.